കഴിഞ്ഞ ദിവസം ജസ്റ്റ് ജോലിയും കഴിഞ്ഞ് വരുന്ന വരവാണേ. വീടിൻ്റെ പടി കയറ്റിയില്ല, ഞാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. കൂടെ ഞാനും. എങ്ങോട്ട്? ചായക്കടയിലോട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ വിങ്സ് വാങ്ങിക്കാൻ വേണ്ടി താഴത്തെ കടയിൽ പോകാൻ നിന്നതാന്നേ. വിങ്സ് കിട്ടിയില്ല. അപ്പം തന്നെ ഡിപ്രഷനായിപ്പോയി. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാൻ പോയാലും അത് ജസ്റ്റ് ചെകിട്ടത്തുനിന്ന് ഫോൺ ഊരുന്നതിന് മുമ്പ് ഓടിച്ചു വിട്ടില്ലല്ലേ. ഫോൺ വെച്ച് കഴിയുമ്പം പറയും നമുക്ക് വീട്ടിൽ കയറി പോകാമെന്ന്. അതുകൊണ്ട് പിന്നെ ഇട്ട ഡ്രസ്സ് മാറാൻ പോലും നിന്നില്ല. ആ കോലത്തിൽ പോയെന്നുള്ളതാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡാണേ. മൊത്തം വില്ലകളാണ്. കമ്മ്യൂണിറ്റി വില്ലയുണ്ട്, അല്ലാത്ത വില്ലകളുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ മെയിൻ റോഡിലോട്ട് ഇറങ്ങുവാണേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന്. അപ്പം നമ്മൾ പോവല്ലേ ചായ കുടിക്കാൻ. ചായ കുടിക്കാനല്ല കേട്ടോ, കാപ്പി കുടിക്കാൻ. 2 ദിവസമായിട്ട് വീട്ടിലിരിക്കുവാന്നേ. വീട്ടിലിരുന്ന് ഞാൻ മടുത്തു. കാപ്പി കുടിക്കാൻ പോകാൻ ഓരോ കാരണങ്ങളല്ലേ. ഈ റോഡൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഞാൻ സ്ഥിരം വീഡിയോയിൽ കാണിക്കുന്നതല്ലേ. നമ്മുടെ അൽവാദ മോളിലോട്ട് പോകുന്ന വഴി. ഇപ്പം എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ വഴിയൊക്കെ നല്ല പരിചയമായെന്ന് എനിക്കറിയാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലൈനില്ലേ, ഇതാണ് എയർപോർട്ട് റോഡ്. ഇവിടാണേ നമ്മൾ താമസിക്കുന്നത്. ഈ എയർപോർട്ട് റോഡിൽ ഈ ലൈനിൽ 2-3 ഫ്ലാറ്റാണ്. ഇനിയിപ്പോൾ പറഞ്ഞു തരാൻ എൻ്റെ അഡ്രസ്സും ഫോൺ നമ്പരും മാത്രമേ ഉള്ളല്ലേ. ബാക്കി റൂട്ട് മാപ്പ് സഹിതം ഞാൻ പറഞ്ഞു തന്നെന്ന് തോന്നുന്നു. നോക്കിയാൽ ക്ലൈമറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. നല്ല രസമല്ലേ ഈവനിങ് കാണാൻ. വണ്ടിക്കകത്ത് AC-ക്കകത്തിരുന്ന് കാണാൻ നല്ല സുഖമാണ്. പക്ഷേ നല്ല ചൂട് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സുഹേൽ നക്ഷത്രത്തിനെ കണ്ട ചൂട് കുറയുന്നല്ല, ക്ലൈമറ്റ് മാറുന്ന. അപ്പോൾ സുഹേലിനെ കണ്ടു. ഇനിയിപ്പോൾ ചൂട് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. തിരക്കില്ല അല്ലെന്ന്, തിരക്കില്ലെന്ന്. കുറവുണ്ടോ? ഇന്നെന്താ കുറവ്? ആളില്ലാത്ത ആള് വരുമോ? കാപ്പി അല്ല ചായ അല്ല, എനിക്കൊരു കാപ്പി മതി. 2 കോഫി ഒരു ചായ. കോഫിക്ക് ഷുഗർ കുറച്ച് മതി. രണ്ടും കുറച്ച്. ചായ കുട്ടിക്ക്. പഴംപൊരിണ്ട്, പിന്നെ മുളക് ബജിണ്ട്, മുട്ട ബജിണ്ട്, 4 പഴംപൊരി, മുട്ട കോസുണ്ട്, 4 പഴംപൊരി, പിന്നെ ഒരു 2 ചിക്കൻ സമോസ. കട്ട്ലേറ്റ് ഉണ്ടോ? കട്ട്ലേറ്റ് ഉണ്ട്, ചിക്കൻ ബീഫ് ഉണ്ട്. ബീഫ് 2 ബീഫ് കട്ട്ലേറ്റ് അല്ലേ. ഇത് നോക്കി, മലയാളി പോലും അല്ലാത്തൊരു മനുഷ്യൻ എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ മലയാളം പറയുന്നത് അല്ലേ. നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് നമ്മളെപ്പോഴും പോകുന്ന സ്ഥിരം സ്പോട്ടായ നമ്മുടെ സിറ്റി മക്കാനിയിലാണേ. നമ്മൾ പറഞ്ഞ ചായയും കടിയൊക്കെ ആയിട്ട് പുള്ളി വരുന്നുണ്ട്. ജേഡുവിന് അഡീഷണൽ ഗ്ലാസ്സും കൊണ്ട് അവർ വന്നു. എന്താ പറയുക, ഡിസ്പോസിബിൾ ഗ്ലാസ് ആറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കടി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിക്കാണും. 2 മനുഷ്യർക്ക് ഇത്രയും കടിയൊന്നും എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇച്ചിരി കടി കൂടുതൽ കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഇച്ചിരി ലൈറ്റായിട്ട് ബിരിയാണി കഴിക്കാമെന്ന് പറയുന്നത് പോലെ കേട്ടല്ലേ. സമോസ മറന്നുപോയി. ചിക്കൻ സമോസ 2 അതൊരു കവറിനകത്തിട്ട് എടുത്താൽ മതി. ആ പുള്ളി വിചാരിക്കുന്നതാണ് അല്ലേ, ഇവന്മാര് വയറ് വാടകയ്ക്ക് എടുത്ത് വന്നേക്ക് വന്നു. അപ്പൊ ശരി, എന്നാ കഴിച്ചേച്ചും വരാം.